നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന്റെ കറണ്ട് എനർജി എന്താണ്? ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് കറണ്ട് എനർജി? ഓക്കെ, കോൺഫ്ലിക്റ്റ് ആണ് കാണിക്കുന്നത്. ഒന്നുകിൽ ചില വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ചില കോൺഫ്ലിക്റ്റ് തോന്നുന്നുണ്ടായിരിക്കും, മനസ്സിലാണ്, പുറമേ അല്ല. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായി കാണുന്നു. നേരിടുന്നതായിട്ടുള്ള ചലഞ്ചസ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ചലഞ്ചസ് എന്താണ്? ഓക്കെ, വിജയിക്കുക എന്നുള്ളതാണ്. ഈ പ്രതികൂല സാഹചര്യം, ഒന്നിലധികം പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ചില വ്യക്തികളും നിങ്ങളുടെ നേരെ വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രോത്തിനെ തടഞ്ഞുകൊണ്ട് ഒന്നിലധികം വ്യക്തികൾ ഇടപെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കണം? ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മധൈര്യം വീണ്ടെടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ അന്വേഷിക്കുകയാണ്, ജീവിതത്തിന്റെ ബാലൻസിങ്ങിനെ അന്വേഷിക്കുകയാണ്. ഓക്കെ, ഇവിടെ 5 നമ്പർ വന്നിരിക്കുന്നു. 5 നമ്പർ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ മന്തോ നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളോ നടന്നത് 5 അല്ലെങ്കിൽ 5-ാം മാസത്തിലാണോ എന്ന് നോക്കുക. എങ്ങനെ ചലഞ്ച് സിറ്റുവേഷനെ അതിജീവിക്കാം. ഓക്കെ, നമ്മളുടെ ആ നെഗറ്റീവ് ചിന്തകളെ മാറ്റുക എന്നുള്ളതാണ്. പലരും നമ്മളെ തളർത്താൻ വേണ്ടി പല കാര്യങ്ങളും നമ്മളെ പറയും, മൈൻഡ് ഗെയിം ചെയ്യിപ്പിക്കും. ഓക്കെ, ചില വ്യക്തികൾ വന്നിട്ട് ഇവിടെ കണ്ടില്ലേ, നമ്മുടെ പിറകിൽ നിന്നാണ് ചില വ്യക്തികൾ നമ്മളെ ചീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പോലും അറിയുന്നില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ പലരും നമ്മളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് വഴിയും സ്വീകരിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാതെ അവർ പറയുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അവർ നൽകുന്നതായിട്ടുള്ള ചിന്തകൾ നമ്മൾ തെറ്റായ രീതിയിൽ നമ്മളിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് നമുക്ക് മുറിവേൽക്കാൻ സാധ്യത കൂടുതലാണ്. ഈ വാള് പിടിച്ചിരിക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലാണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ എടുത്തുചാടി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കേട്ടവാതി കേൾക്കാത്ത വാതി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നത്. ഈ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളും വാക്കുകളും ഒക്കെ അതിന് കൃത്യമായ രീതിയിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യുവാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, ചില വ്യക്തികൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ അതുപോലെ നമ്മൾ സ്വീകരിച്ച് നമ്മളെടുത്ത് ചാടുക കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പം വരുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും എല്ലാം നമ്മൾ കൃത്യമായി അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായി അനലൈസ് ചെയ്ത രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നിയർ ഫ്യൂച്ചർ എന്താണ്? ഓക്കെ, നമുക്ക് അവയർനെസ് കിട്ടുകയാണ്. നമുക്ക് ഇത്രയും നാൾ നമ്മൾ ചിന്തിച്ചിരുന്ന ആ വഴിയിലൂടെ അല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് മറ്റൊരു വഴി യൂണിവേഴ്സ് ഓപ്പൺ ആക്കുകയാണ്. അത് നമ്മളുടെ അറിവിൽ നിന്നാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അറിവിൽ നിന്നാണ് നമുക്ക് പുതിയ എനർജി നമുക്ക് ലഭിക്കുന്നത്, പുതിയ വഴികൾ നമുക്ക് തുറന്നു തരുന്നത്. ഓക്കെ, അത് നമുക്ക് സക്സസ്സും റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, നമ്മുടെ സാമ്പത്തിക നിലയിലാണെങ്കിലും വീനസിന്റെ എനർജിയാണ് വരുന്നത്. ഒരു ബ്ലെസ്സിങ് ആണ് കടന്നു വരുന്നത്. നമുക്ക് യൂണിവേഴ്സിന്റെ ഇടയിൽ മാലാഖമാരുടെ ഒരു കാവല് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ നമ്മളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം ആ ഒരു എനർജി നിങ്ങളിൽ കടന്നു വരണമെങ്കിൽ നിങ്ങൾ വാക്കുകളെ ക്ലിയർ ആക്കുക. മറ്റുള്ളവർ നമ്മളെ മൈൻഡ് ഗെയിം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ കൃത്യമായി നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് യൂണിവേഴ്സിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സക്സസ് ആകുന്നതിന് വേണ്ടി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രപഞ്ചത്തോട് പറയുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.